കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല ദൃശ്യങ്ങളും പ്രചരിച്ചിരുന്നു. അത് 99 സീറ്റ് നേടിയ കോൺഗ്രസ് വലിയ രീതിയിൽ വിജയം ആഘോഷിക്കുകയാണ്. ഞങ്ങൾ വിജയിച്ചെന്ന്. ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ട് പറയുകയാണ് ഞങ്ങൾ തോറ്റേന്ന്. അതിനിടയിലാണ് ഇപ്പോൾ പല നേതാക്കളും പറയുന്നത് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതൊരു ശരിയായ രീതിയാണോ? നോക്കൂ, ഇതിനൊന്നും നിയമപരമായ യാതൊരു പ്രാബല്യവും ഇല്ല. നിയമപരമായിട്ട് ഇതിനൊന്നും യാതൊരു അടിത്തറയുമില്ല. നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് ഭരണഘടനയുടെയും ആ ഭരണഘടനയെ അധികരിച്ചുണ്ടായ അല്ലെങ്കിൽ ആ ഭരണഘടനയുടെ അടിത്തറയിൽ നാം നിർമ്മിച്ചെടുത്ത നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും വ്യവസ്ഥാപിതമായി നടക്കുകയാണ്. നിയമം മൂലം സ്ഥാപിതമായ ഭരണഘടനയെ എന്നാണ് നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പറയുന്നത്, തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ. അപ്പോൾ ആ ഭരണഘടനയെയും നിയമവ്യവസ്ഥയെയും നിയമവാഴ്ചയും ഒക്കെ അട്ടിമറിക്കുന്നതല്ലേ കോൺഗ്രസിൻ്റെ ഈ നയം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അസാധുവാണെന്ന് ഇവർ പറഞ്ഞു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ തന്നെയല്ലേ നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്. ഈ വിജയിച്ചു എന്ന് പറഞ്ഞ ലഡു വിതരണം ചെയ്തപ്പോൾ ഇത് ഓർത്തില്ലേ? അല്ല, ഇതൊക്കെ രാഷ്ട്രീയമല്ലേ. ഈ രാഷ്ട്രീയത്തിൽ മാത്രമല്ലേ ഉള്ളൂ ഇങ്ങനെ പറഞ്ഞത് മാറ്റി പറഞ്ഞതിനെ വീണ്ടും തിരുത്തി പറയാനും ഒക്കെ സാധിക്കുന്നത്. മറ്റൊരിടത്തും അത് സാധിക്കില്ലല്ലോ. രാഷ്ട്രീയക്കാർക്ക് ജനങ്ങൾ അങ്ങനെ ചില എന്താ പറയേണ്ടത് ചില ഇളവുകൾ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് എന്തും ചെയ്യാം. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഈ ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണല്ലോ ക്രമക്കേടുകൾ കണ്ടെത്തിയത്. സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിലും ക്രമക്കേടുകൾ ഉണ്ടെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നല്ലോ. കർണാടകയിൽ ഉൾപ്പെടെ ഇപ്പോൾ കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് അസാധുവാക്കുമോ? അതുപോലെ തെലങ്കാനയിൽ അസാധുവാക്കുമോ? അതുപോലെ ഹിമാചൽ പ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലം അസാധുവാക്കുമോ കോൺഗ്രസ്? അത് അസാധുവാക്കാനുള്ള ധൈര്യം ഇവർക്കുണ്ടോ? ഇതിപ്പോൾ കേരളത്തിൽ നടക്കാൻ പോകുന്നു. കേരളത്തിൽ ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ കള്ളവോട്ടുകൾ, വ്യാപകമായിട്ട് വ്യാജ വോട്ടുകൾ ഒക്കെ ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് എന്ത് നടപടിയാണ്? തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലല്ലോ, വരാൻ പോകുന്നല്ലേ ഉള്ളൂ. BJP ഉൾപ്പെടെയുള്ളവർ ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് കേരളത്തിൽ. എന്താണ് കോൺഗ്രസിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട്? ഇതൊന്ന് എല്ലാവർക്കും അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെറുതെ ഇങ്ങനെ ഈ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞു നടക്കുക. ഇപ്പോഴിത് ഏറ്റവും പുതിയ ഒരു ഇത് പറയാൻ ഞാൻ, അതായത് സോണിയയ്ക്ക് സോണിയ ഇന്ത്യൻ പൗരത്വം നേടുന്നത് 1983-ലാണ്. ആ 83-ൽ പൗരത്വം നേടുന്നതിന് മുമ്പ് 1980-ലെ വോട്ടർ പട്ടികയിൽ സോണിയയുടെ പേര് വന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ വക്താവ് ചോദിക്കുകയാണ്, 1980 ജനുവരി 1-ന് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് ആരാണ്? ജനതാ പാർട്ടിയല്ലേ? അത് കോൺഗ്രസ് ആണോ? എന്നിട്ട് കോൺഗ്രസിനെ എന്തിനു കുറ്റപ്പെടുത്തുന്നു എന്നൊക്കെയാണ്. ഈ പവൻ ഖേരയുടെ വിചാരം ഈ ചരിത്രമൊന്നും ആർക്കും അറിഞ്ഞുകൂടാ എന്നാണ്. അന്ന് ചരൺ സിംഗ് ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ചരൺ സിംഗിൻ്റെ നേതൃത്വത്തിൽ ജനതാ പാർട്ടി ഭരിക്കുന്നത് കോൺഗ്രസ് പിന്തുണയോടെയാണ്. ഇന്ദിരയുടെ പിന്തുണയോടെയാണ് ചരൺ സിംഗ് എന്ന പ്രധാനമന്ത്രിയായിരുന്നത്. എന്നിട്ട് ആ ചരൺ സിംഗിനെ അധികാരത്തിൽ നിന്ന്, ആ പിന്തുണ പിൻവലിച്ച് അധികാരത്തിൽ നിന്ന് വലിച്ച് താഴത്തിട്ടിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കോൺഗ്രസ്സുകാരിങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് പുതിയ വോട്ടർമാരും ചെറുപ്പക്കാരും ഒക്കെ പെട്ടെന്ന് ഈ 1980-ന് ശേഷം ജനിച്ച ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്ത്, പെട്ടെന്ന് അവരൊക്കെ ഒന്ന് കൺഫ്യൂസ്ഡ് ആകും. അവർക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാകും. പക്ഷെ അത് ശരിയാണല്ലോ, ജനതാ പാർട്ടി ഭരിക്കുമ്പോൾ സോണിയയ്ക്ക് എങ്ങനെ? അപ്പോൾ സോണിയയുടെ പേര് മനഃപൂർവ്വം ആരോ തിരികെ കയറ്റിയതാണ്, എന്നെങ്കിലും ഭാവിയിൽ അതിനെ എടുത്ത് ഉപയോഗിക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനത്തെ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് ഇതൊക്കെ ചെയ്യുന്നത്. അവരെ സംബന്ധിച്ച് നല്ല ഭംഗിയായിട്ട് തോറ്റു എന്നല്ല, ഹാട്രിക് തോൽവിയാണ്. അതെ, ഹാട്രിക് തോൽവിയാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത്. നോക്കൂ, BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണി ഭൂരിപക്ഷം നേടി ഏതാണ്ട് 283 സീറ്റാണ് ഭരിക്കാൻ വേണ്ടത്. അവർക്ക് 292 സീറ്റിൽ കൂടുതലുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആര് ഭരിക്കും എന്ന് പോലും ചിന്തിക്കാൻ ശേഷിയില്ലാതെ 99 സീറ്റിൽ മാത്രം ജയിച്ച കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഈ ഇന്ത്യ അലയൻസ്, ബാക്കിയുള്ള എല്ലാവരും ഈ ഇന്ത്യ അലയൻസിനകത്തുണ്ട്. അവരെല്ലാവരും കൂടെ ചേർന്നങ്ങ് കൊട്ടിഘോഷിക്കുകയാണ്, ഞങ്ങൾ ഇപ്പോൾ അങ്ങ് ഭരിക്കും, ഞങ്ങളിതാ പിടിച്ചെടുത്ത് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു വലിയ രീതിയിൽ അവർ ബഹളമുണ്ടാക്കുകയാണ്.
നോക്കൂ, ഇവരുടെ മുന്നണിയിൽ ചേരാത്ത കക്ഷികൾ പോലും അന്നുണ്ടായിരുന്നു. ഒറീസയിലെ പട്നായിക്കിന്റെ പാർട്ടി ഇവരുടെ മുന്നണിയിലായിരുന്നില്ല. YSR കോൺഗ്രസ്, ആന്ധ്രയിലെ YSR കോൺഗ്രസ് ഇവരുടെ മുന്നണിയിലായിരുന്നില്ല. അവർക്കുമൊക്കെ എംപിമാരും ജനപ്രതിനിധികളും ഉണ്ട്. അവരൊന്നും ഈ മുന്നണിയിലല്ലായിരുന്നു. എന്നിട്ടും ഈ രാഹുലിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ജയിച്ചേ എന്ന് കോക്വ വിളിയായിരുന്നു അന്ന്. 2 ദിവസം മാധ്യമങ്ങളിൽ മുഴുവനും വലിയ ചർച്ചയായിരുന്നു. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി എന്ന് വരെ പറഞ്ഞ മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസും അവർക്ക് വിസലൂതുന്ന കുറേ വൈതാളികന്മാരും ചേർന്ന് തട്ടിക്കൂട്ടുന്ന വാർത്തകളും ചർച്ചകളും ഒക്കെയാണ്. ഇതിനൊന്നും നിയമപരമായി ഒരു അടിത്തറയുമില്ല. അതാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഒന്നും ഇക്കാര്യത്തിൽ മിണ്ടാത്തത്. BJP പോലും ഔദ്യോഗികമായിട്ട് ചില നേതാക്കൾ ഇതിനെതിരെ പ്രതികരിക്കുന്നതല്ലാതെ BJP ഔദ്യോഗികമായിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് വലിയ ആശങ്കയോ ആശയക്കുഴപ്പമോ ഒന്നും BJPക്കില്ല. നടന്നത് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നിയമം മൂലം സ്ഥാപിതമായ ഭരണഘടനയുടെയും നിയമവാഴ്ചയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല തെളിവല്ലേ ബീഹാർ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി. സുപ്രീം കോടതി എന്താ പറഞ്ഞേ? നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇത്രയും പേരെ പുറത്താക്കി, ഇവർക്ക് വോട്ടവകാശമില്ല എന്ന് പറയുന്നു. ശരി, ഈ വോട്ടവകാശമില്ല, വോട്ടർ പട്ടികയിൽ പുറത്തായി എന്ന് പറഞ്ഞാൽ അതവിടെ അവസാനിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കരട് വോട്ടർ പട്ടിക പുറത്തിറക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തുപോയ ആൾക്കാർക്ക് ആ പേരുണ്ടായിരുന്നിട്ട് കഴിഞ്ഞ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിട്ട് പുറത്തുപോയ ഇപ്പോഴത്തെ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് പരാതി കൊടുക്കാം. രേഖകൾ സഹിതം തങ്ങളുടെ വോട്ടവകാശം പുനഃസ്ഥാപിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നിയമവും ഒക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. ഇതൊന്നും ആരും എടുത്ത് അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ഇവർ ഈ ബഹളം ഉണ്ടാക്കുന്നത്? സുപ്രീം കോടതിയും ചോദിച്ചത് അതാണ്. അവർക്ക് നിങ്ങൾ ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വസിക്കൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ്. ഇക്കാര്യം നിങ്ങൾ അംഗീകരിക്കും. അത് അംഗീകരിക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്പൂർണ്ണമായിട്ടും അഴിമതിയുടെ കൈകളിലാണ്, സ്വജനപക്ഷപാതമാണ്, ഈ സർക്കാരിന് കുഴലൂതുകയാണ് എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. ഒരു കാര്യം ചെയ്യൂ, തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചു, ഈ നിങ്ങൾ ശുദ്ധീകരിച്ച് പുറത്തായ ആൾക്കാരുണ്ടല്ലോ, 65 ലക്ഷം പേരുകളാണല്ലോ പുറത്തു പോയിരിക്കുന്നത്, അത് നിങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കൂ. അങ്ങനെ പ്രസിദ്ധീകരിക്കുന്നതിനെക്കുറിച്ച് പത്രങ്ങളിലും ടെലിവിഷനിലും റേഡിയോയിലും ഒക്കെ വാർത്തകൾ കൊടുക്കൂ. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ആ വാർത്തകൾ പ്രൊപ്പഗേറ്റ് ചെയ്യൂ. അപ്പോൾ പരാതിയുള്ളവർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി, ഇപ്പോൾ എനിക്ക് വോട്ടില്ല, ഞാൻ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നു, എനിക്ക് പരാതിപ്പെടാം, എൻ്റെ വോട്ട് പുനഃസ്ഥാപിക്കാം. അതിനുള്ള സംവിധാനം ഈ രാജ്യത്തുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ എത്ര പേര് വരുന്നു. നോക്കൂ, ഈ 65 ലക്ഷത്തിൽ ഏതാണ്ട് 26 ലക്ഷം പേര് മരിച്ചുപോയവരാണ്. അതുപോലെ ലക്ഷക്കണക്കിന് വോട്ടുകൾ ഇരട്ടിപ്പുണ്ട്. ഇതൊക്കെയല്ലേ നീക്കം ചെയ്തിരിക്കുന്നത്? ഇതൊക്കെ നീക്കം ചെയ്യണമെന്നാണല്ലോ രാഹുൽ ഗാന്ധി ഇപ്പോൾ ആവശ്യപ്പെടുന്നത്, കോൺഗ്രസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അവസാന ഘട്ടത്തിൽ രാഹുൽ രാജിവെച്ച ഒരു പ്രതിഷേധത്തിന് ഇറങ്ങിത്തിരിക്കുമോ? രാഹുൽ രാജിവെച്ച് പ്രതിഷേധത്തിനൊന്നും ഇറങ്ങിത്തിരിക്കാൻ പോകുന്നില്ല. ഈ മേല് നോവുന്ന പ്രതിഷേധത്തിനൊന്നും ഇവരാരും പോവില്ല. കാരണം ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ അവിടെ ചെന്ന് പ്രതിഷേധം ഉണ്ടാക്കുകയും റോഡിൽ ബഹളം ഉണ്ടാക്കുകയും ചെയ്താൽ പോലീസ് ചിലപ്പോൾ ലാത്തിചാർജ് ചെയ്യും. ലോ ആൻഡ് ഓർഡർ കൈവിട്ടു പോയാൽ പോലീസിന് പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ ലാത്തിചാർജ് ചെയ്യാം, ടിയർ ഗ്യാസ് അടിക്കും, ഒക്കെ ചെയ്യും. അപ്പോൾ ഇതൊന്നും അത്തരത്തിലൊന്നും രാഹുൽ ഗാന്ധി കൈ നനയാതെ, ഈ നഖം നനയാതെ നത്ത് പിടിക്കുക എന്നൊരു നഞ്ചു പിടിക്കുക എന്നൊരു ഇതുണ്ട്, കൈ നനയാതെ മീൻ പിടിക്കുക എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ ഇറങ്ങിയിരിക്കുകയാണ് ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയും കൂട്ടരും. അവർ ഇങ്ങനെ നരേന്ദ്രമോദിക്കെതിരെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാം. പ്രത്യേകിച്ചും അതിന് ചില വിദേശ സഹായങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഈ പറഞ്ഞതുപോലെ ഒരു 3ാം സാമ്പത്തിക ശക്തിയാകാനുള്ള ഒരു വലിയ കുതിപ്പിലാണ് നമ്മുടെ രാഷ്ട്രം. നല്ല രീതിയിൽ വിദേശ നിക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ എന്താ പറയണ്ടേ, നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധി വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. നമ്മുടെ ബാങ്കിങ് സെക്ടർ വളരെ ക്ലിയറാണ്. GST പതിവില്ലാത്ത വണ്ണം രാജ്യത്ത് നികുതി പിരിവ് വളരെ ഊഷ്മളമാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ കർണാടകയിലാണ് കുറച്ച് വ്യാപാരികൾ ഈ ഗൂഗിൾ പേക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. മറ്റെവിടെ നിന്നെങ്കിലും ഗൂഗിൾ പേക്കെതിരെ ആരെങ്കിലും രംഗത്ത് വന്നതായിട്ട് കേൾക്കുന്നുണ്ടോ? ഞങ്ങൾ ഗൂഗിൾ പേ അനുവദിക്കില്ല. കാരണം ഗൂഗിൾ പേ ചെയ്തു തുടങ്ങിയപ്പോൾ വളരെ കൃത്യമായിട്ട് ട്രാൻസാക്ഷൻ ബാങ്ക് വഴിയായി ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ എന്താ പറയുക, കീബോർഡിലെ ഒരു ഓക്കെ സ്വിച്ച് ഒന്ന് തട്ടിയാൽ മതി, സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങി വരും, പ്രിൻ്റ് വരും, അല്ലേ?
കൃത്യമായി എത്ര രൂപയുടെ കച്ചവടം നടന്നു, അതിൽ എത്ര നികുതി കിട്ടാനുണ്ട് എന്നിപ്പോൾ വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ കണക്കാക്കാം. ഇത് എത്രയോ കാലം ഈ രാജ്യത്ത് നികുതി വെട്ടിച്ചുകൊണ്ടിരുന്നു, കൃത്യമായി ബില്ല് കൊടുക്കാതെ, കൃത്യമായി നികുതി എത്ര രൂപ നമുക്ക് കിട്ടിയെന്ന് കാണിക്കാതെ, എത്ര രൂപയുടെ കച്ചവടം നടന്നു എന്ന് കാണിക്കാതെ നികുതി വെട്ടിപ്പ് നടന്നുകൊണ്ടിരുന്നു. ആ നികുതി വെട്ടിപ്പ് മുഴുവനും ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഗൂഗിൾ പേ വഴി കൃത്യമായിട്ട് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷൻസിലൂടെ കൃത്യമായിട്ട് നമുക്ക് നികുതി കണക്കാക്കാൻ പറ്റുന്നു, ആ നികുതി പിരിച്ചെടുക്കാൻ പറ്റുന്നു. ആ നികുതി അടയ്ക്കേണ്ടി വന്നപ്പോൾ അമിത ലാഭം ആഗ്രഹിച്ച ആർത്തി പൂണ്ട കച്ചവടക്കാർ ഗൂഗിൾ പേക്ക് എതിരെ ഇറങ്ങി. ഇതെവിടെയാണ് നടന്നിരിക്കുന്നത്? ഇത് കേവലം കർണാടകയിൽ മാത്രമാണ്. ഇത് കർണാടകയിൽ തന്നെ ചില നഗരങ്ങളിലാണ്. മറ്റ് സ്ഥലങ്ങളിലൊന്നും, മഹാരാഷ്ട്രയിലോ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്ന ഒരു സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനം തന്നെ മഹാരാഷ്ട്രയാണ്. അവിടെ ഈ പ്രശ്നമില്ല. ഈ കൊച്ചു കേരളത്തിലില്ല, തമിഴ്നാട്ടിലില്ല, മറ്റൊരു സ്ഥലത്തും ഗൂഗിൾ പേക്കെതിരെ ഇങ്ങനൊരു, കാരണം അത് ജനം ഏറ്റെടുത്തു. ഇനി അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നാൽ ആ എതിർക്കുന്ന ആൾക്കാർ ഒറ്റപ്പെടും, എതിർക്കുന്ന വ്യാപാരികൾ ഒറ്റപ്പെടും. അവരുടെ സ്ഥാപനത്തിൽ പോയി അല്ലെങ്കിൽ അവരുടെ കച്ചവട സ്ഥാപനത്തിൽ പോയി സാധനം വാങ്ങാൻ ആൾക്കാർ മടിക്കും. ഇന്നിപ്പോൾ നമുക്ക് ഈ നഗരങ്ങളിലെ ഒരു രീതി അങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയൊക്കെ അട്ടിമറിക്കാൻ ചില വിദേശ ശക്തികളുടെ സഹായത്തോടു കൂടി ഈ കാണിക്കുന്ന പെറാട്ട് നാടകങ്ങളാണ് ഇതെല്ലാം. ഈ പറയുന്ന വോട്ട് ചോരിയും ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടും ഒക്കെ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പോടുകൂടി ഇത് അവസാനിക്കും. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടെ കഴിയുന്നതും ഇത് അവസാനിക്കും. എങ്ങനെ ഹരിയാനയിൽ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചു, തോറ്റു. മഹാരാഷ്ട്രയിൽ ഈ ഗുസ്തി താരങ്ങളെ ഇറക്കി വലിയ പ്രകടനമൊക്കെ. ഒളിമ്പിക്സിൽ ഒരു ഗുസ്തി താരം പരാജയപ്പെടുന്നു, അതിന്റെ ഉത്തരവാദിത്തം ലാസ്റ്റ് നരേന്ദ്രമോദിക്കാണ്. കെട്ടിവെക്കാൻ നോക്കി ഇനി ഹരിയാനയിൽ കാണാമെന്ന് പറയുന്നതായിട്ട്. അതെ, ഹരിയാനയിൽ തോറ്റു, മഹാരാഷ്ട്രയിൽ തോറ്റു. മഹാരാഷ്ട്രയിലൊക്കെ തോറ്റതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. ഹരിയാനയിൽ ബി ജെ പി ജയിച്ചതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. അവർ പണിയെടുത്തു, അധ്വാനിച്ചു. അല്ല, ഹരിയാനയെ കുറിച്ച് മൗനത്തിലാണ് അവർക്ക്. ഹരിയാനയെ കുറിച്ച് ഒന്നും പറയുന്നില്ല, മഹാരാഷ്ട്രയെ കുറിച്ചാണ്. മഹാരാഷ്ട്രയിലൊക്കെ എങ്ങനെ ജയിച്ചു എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇതൊന്നും ചുമ്മാ വെറുതെ ഈ എന്താ പറയുക, ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നത് പോലത്തെ കാര്യങ്ങളല്ല. അങ്ങനെയൊന്നും മഹാരാഷ്ട്രയിലൊന്നും ക്രമക്കേടുകൾ നടത്തിയൊന്നും ആർക്കും ജയിക്കാൻ പറ്റില്ല. ഇന്ത്യൻ ജനാധിപത്യം വളരെ ശക്തമാണ്, അതിൻ്റെ നിയമങ്ങൾ വളരെ കർക്കശമാണ്. ചുമ്മാ അങ്ങനെ ചെറിയ എന്തെങ്കിലുമൊക്കെ 5-10 വോട്ടിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഒരു 100 വോട്ടിൻ്റെയോ 200 വോട്ടിൻ്റെയോ ഒക്കെ ചിലപ്പോൾ നടന്നേക്കാം. പക്ഷേ അതിനൊരു സാധ്യത നമുക്ക് വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. പക്ഷേ ഈ ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഒന്നും ക്രമക്കേട് ഒരിടത്തും നടത്താൻ സാധിക്കില്ല. അങ്ങനെ നടത്താൻ പറ്റാത്ത വണ്ണം നമ്മുടെ നിയമവും വ്യവസ്ഥകളും ഒക്കെ വളരെ കർക്കശമാണ്. അത് അറിഞ്ഞുകൂടാത്തവരല്ല കോൺഗ്രസ്സുകാർ, അത് അറിഞ്ഞുകൂടാത്തവരല്ല ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ. പക്ഷേ അവർക്കിപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. പ്രത്യേകിച്ചും അമേരിക്കയും ഇന്ത്യയുമായിട്ട് ഒരു അകന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ, ഒരു ബന്ധത്തിലൊരു വിടവുണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ ഇവിടെ വലിയ വിഷയങ്ങളാക്കി മാറ്റാൻ, അതിൽ നിന്ന് ചില രാഷ്ട്രീയ മുതലെടുപ്പുകൾ ഭാവിയിലെങ്കിലും സാധ്യമാകുമോ എന്നുള്ള പരീക്ഷണമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.